ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? വാ തുറക്കരുതെന്നല്ലേ? ഇല്ല. ഞാനും കമാന്നൊരു അക്ഷരം ഉരിയാടില്ല. കമാന്നല്ല, മിണ്ടിപ്പോവരുത്. ഇല്ല. ആ എന്റെ മനസ്സിലെ സന്തോഷം മുഖത്ത് പ്രകടമായി തന്നെ കാണുന്നുണ്ട്. എന്റെ മോനെ എപ്പോഴും ഇങ്ങനെ കാണാനാ എനിക്കിഷ്ടം. താങ്ക്സ് അമ്മ, താങ്ക്സ് എ ലോട്ട്. എന്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരുന്നത് എന്റെ അമ്മയാ. ഇപ്പൊ അത് നന്നായി മനസ്സിലാക്കുന്നുണ്ട്. എന്റെ അമ്മയില്ലാതെ ഞാനില്ലെന്ന്. അമ്മയുടെ സഹായം ഇല്ലാതെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ലെന്ന്. നിന്നെ മനസ്സിലാക്കി നിന്റെ ഇഷ്ടങ്ങൾ സാധിച്ചു തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ നിന്റെ അമ്മയാണെന്നും പറഞ്ഞു നടക്കുന്നത്? നീ എപ്പോഴും എന്നെക്കുറിച്ച് പറയുന്ന കാര്യത്തില് ഒരു തിരുത്തുണ്ട്. നിന്റെ ഇഷ്ടങ്ങൾക്കൊപ്പം ഞാനല്ല, എന്റെ ഇഷ്ടങ്ങൾക്കൊപ്പം നീയാണ് എന്നും നിന്നിട്ടുള്ളത്. ഞാൻ തീരുമാനിച്ച സ്കൂളിലും കോളേജിലും നീ പഠിച്ചു. നിന്നെ ഒരു പൈലറ്റായി കാണണമെന്ന എന്റെ ആഗ്രഹവും നീ നടത്തി തന്നു. സ്വന്തമായി ഒരു എയർലൈൻസ് കമ്പനി വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ അതും ചെയ്തു. അങ്ങനെ ഏത് കാര്യം എടുത്തു നോക്കിയാലും അമ്മയ്ക്കൊപ്പം നിന്നവനാണ് നീ. എന്റെ ശരികളൊക്കെ നിന്റെ ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ആ സന്തോഷം മതി ഈ അമ്മയ്ക്ക്. ഐശ്വര്യലക്ഷ്മിയുടെ കാര്യം മാത്രമാണ് നീ സ്വന്തമായി തീരുമാനമെടുത്തിട്ടുള്ളത്. അതിലും അമ്മയ്ക്കിപ്പ സന്തോഷം തന്നെയാ. അല്ലെങ്കിലും അവനവന്റെ തുണയെ അവനവൻ തന്നെ കണ്ടെത്തുന്നതാണ് ശരി. ആ താഴെ എല്ലാവരും വന്നു കാണും. നീ വേഗം റെഡിയായിട്ട് അങ്ങോട്ട് വാ. ഇത് എൻഗേജ്മെന്റ് അല്ലേ രമേ, അല്ലാതെ വിവാഹമൊന്നും അല്ലല്ലോ. ഇത്രയും ആഡംബരത്തിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അർജുന്റെ ഈ വിവാഹ നിശ്ചയവും എനിക്ക് വിവാഹം പോലെ തന്നെയാ. എന്റെ മകൻ സ്നേഹിച്ച പെൺകുട്ടിയെ അവന്റെ അമ്മ അവന് കൊടുക്കുന്ന ദിവസം. വർഷങ്ങളായിട്ടുള്ള എന്റെ കാത്തിരിപ്പ്. ആഡംബരം കുറച്ച് കുറഞ്ഞതുപോലെയാ എനിക്ക് തോന്നുന്നത്. നീ വിചാരിച്ചതുപോലൊക്കെ അർജുൻ ജീവിച്ചു. അവന് ഇഷ്ടമായ പെണ്ണിനെ തന്നെ നീ അവന് കൊടുത്തു. ഒരമ്മയായി നിനക്ക് ഇതിൽ പല സന്തോഷമില്ലെന്നറിയാം.
ആ സന്തോഷം എനിക്ക് മനസ്സിലാവും. ആ സന്തോഷത്തിനപ്പുറം അഹങ്കരിക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതെല്ലാം മാറി മറിയാൻ അധിക സമയമൊന്നും വേണ്ട. ഇന്നു മുതൽ അങ്ങോട്ട് ഇതിനേക്കാൾ വലിയ അഹങ്കാരമായിരിക്കും എനിക്ക്. എന്റെ ഈ സന്തോഷവും അമിത അഹങ്കാരവും അർജുന്റെ വിവാഹ നിശ്ചയം ആയതുകൊണ്ട് മാത്രമല്ല, മറ്റൊന്നുകൊണ്ട് കൂടിയ. ഇത്രയും നാളും എന്റെ ഉറക്കം കെടുത്തിയ മറ്റൊന്നുകൊണ്ടുകൂടി. മറ്റൊന്നോ? അതെ, അതെന്നെ അഹങ്കാരത്തിന്റെ മൂർധന്യ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്നെനിക്ക് ഉറപ്പാ. എനിക്ക് മനസ്സിലായില്ല. ഇന്ന് നടക്കുന്ന എന്റെ അർജുന്റെ ആഗ്രഹത്തേക്കാൾ 3 ഇരട്ടി ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടും. അപ്പോ ആഡംബരം കുറച്ച് കൂടിയാലും സാരമില്ല, എല്ലാം ജയേട്ടന് വഴിയെ മനസ്സിലാവും. Bride is coming. Bride is coming. ചിന്നു, ആരതി എടുത്തിട്ട് വാ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വാ തുറക്കരുതെന്നല്ലേ? ഇല്ല. ഞാനും കമാന്നൊരു അക്ഷരം ഉരിയാടില്ല. കമാന്നല്ല, മിണ്ടിപ്പോവരുത്. ഇല്ല. ആ, അമ്മേ, നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്.